മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിലെ എക്സാമ്പിൾ 2.6 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് വെഹിക്കിൾസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ കുറിച്ചുള്ളതാണ് ചോദ്യം. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽ ബിഫോർ സ്റ്റോപ്പിംഗ് ഈസ് കാൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ, അതുവരെയുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ റോഡ് സേഫ്റ്റി ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് അത് വണ്ടിയുടെ എത്രത്തോളം സ്പീഡിലാണോ ആദ്യം വരുന്നത്, അതായത് നമുക്ക് സ്പീഡ് കൂടി നമുക്ക് അറിയാമല്ലോ, ചവിട്ടിയാൽ അവിടെ നിൽക്കാന്നൊക്കെ. ആൻഡ് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി, അതായത് ചില വണ്ടിക്ക് ബ്രേക്കിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചില വണ്ടിക്ക് ബ്രേക്കിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. ഒരു ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ. അതായത് ഡീസലറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മോഷൻ ഓപ്പോസിറ്റ് കാരണം, അതായത് ആക്സലറേഷൻ്റെ നേരെ നെഗറ്റീവ് വാല്യൂ ആണ്, അത്രേ ഉള്ളൂ. That is caused by the braking. Derive an expression for stopping distance of vehicle in terms of V0 and A. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കാർ ഉണ്ടായിരുന്നു, കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരാൾ കണ്ടു, ഓക്കെ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ടി ഇവിടെ എത്തിയപ്പോൾ നിന്നു. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ്, അതായത് എ ടു ബി എന്ന് വരെ, അതായത് ഇവിടെ ബ്രേക്ക് എ എന്നാണ് എന്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തത്, ഓക്കെ. ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഇത് ഇത്രയും ഡിസ്റ്റൻസിനാണ് ഡി എസ് എന്ന്, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എയിൽ യു കൊടുക്കാം, അതായത് ഇനീഷ്യൽ വെലോസിറ്റി, ബി എത്തുമ്പോഴത്തിന് ഫൈനൽ വെലോസിറ്റി. യു എന്ന് പറയുന്നത് ഓക്കെ ഇനീഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫൈനൽ വെലോസിറ്റി. ഇതെത്രയാണ്? 0 ആണ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി 0 ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ എത്തുമ്പോഴത്തേന് നിന്ന്, അപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് റെസ്റ്റിൽ എന്തായിരിക്കും വെലോസിറ്റി 0 ആണ്. സോ അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0. ഇനി ആക്സലറേഷൻ എന്തായിരിക്കുന്നു? നെഗറ്റീവ് ആക്സലറേഷൻ, അതായത് ഡീസലറേഷൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇതിൽ ഇത്ര മാത്രം കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും, മോഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്തായിരിക്കും? കുറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഡിക്രീസ്. സോ ഇനി നമുക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം തേർഡ് ഇക്വേഷൻ ഓഫ് മോഷന് വെച്ചിട്ട് നമുക്കറിയാം എന്ത്, v² മൈനസ് u² ഈക്വൽ ടു 2as, അല്ലെങ്കിൽ ഇനി v² ഈക്വൽ ടു u² പ്ലസ് 2as പറയുന്നവരുണ്ട്, രണ്ടും ശരിയാണ്. അപ്പോൾ v² എന്തായിരിക്കും? 0 ആയിരിക്കും, കാരണം v നമ്മൾ പറഞ്ഞല്ലോ 0 ആണ്. അപ്പോൾ മൈനസ് u² ഈക്വൽ ടു 2 ഇൻറ്റു ആക്സലറേഷൻ. നിങ്ങൾക്ക് വാല്യൂ തരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കൊടുത്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ആദ്യം തന്നെ കൊടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ നെഗറ്റീവ് കൊടുക്കാം. പക്ഷെ രണ്ടും ശരി കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ ഓൾറെഡി നെഗറ്റീവ് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരേണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ആക്സലറേഷൻ തന്നെ കൊടുക്കുകയാണ് ds. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് u² ബൈ ഈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 2a താഴോട്ട് വരും, അതായത് ഇതോ ഈ 2a താഴോട്ട് വരും, കാരണം ഡി എസ് നമുക്ക് അവിടെ നിർത്തണം. ഡി എസിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, ഡി എസ്. ഇതാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ മൈനസ് u² ബൈ 2a ഈക്വൽ ടു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മിക്കവാറും അത് ഇങ്ങനെ ആയിരുന്നു, v0² ബൈ 2a എന്ന് പറയുമ്പോൾ അത് ഫൈനൽ ഡിസ്റ്റൻസ് അല്ല കേട്ടോ. v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിസ്റ്റൻസ് തന്നെയാണ്, ഇത് നെഗറ്റീവാണ്. പക്ഷേ ഈ പ്ലസ്സും, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ ആയാലും നെഗറ്റീവ് ആകത്തില്ലല്ലോ. പക്ഷേ ഇവിടെ നെഗറ്റീവ് വന്നതെന്ന് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൈനസ് v0² ബൈ 2 ഇൻറ്റു മൈനസ് എ ആണ്. അപ്പോൾ ഈ മൈനസ് കട്ടായിട്ട് ഇവിടെ v² അല്ല, അതായത് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മാതിരി എഴുതിയതാണ്, v0² ബൈ 2a എന്ന് വരും. അതായത് അങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ വാല്യൂ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ ഇതിൽ ഈ ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൽ തന്നെയുള്ള പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ സ്ക്വയറാണ്. അതായത് ds1 ബൈ ds2 എന്ന് പറയുന്നത് u1 ബൈ u2ൻ്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ ഏകദേശം ഈ കൺസെപ്റ്റ് ക്ലിയർ ആവും. താങ്ക് യു.